ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. കോക്കോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുമിച്ചിരുന്നൊരു വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇന്ന് നമ്മളതിൻ്റെ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. കോമൺ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാം ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം. എൻ്റെ പേര് ഷാജിറ. ആദ്യം ചോദിച്ചിരിക്കുന്നത് ഞാൻ മാരീഡ് ആണോ എന്നാണ്. അതെ, ഞാൻ മാരീഡ് ആണ്. അതാ ഹസ്ബൻഡ് ഇതാണ്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഷാജഹാൻ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞങ്ങൾക്ക് മക്കളുണ്ടോന്നാണ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ഒരാൾ മോനാണ്, മൂത്തത് മോനാണ്, 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഒരാൾ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. രണ്ടാമത്തത് മോളാണ്. അവർ നാട്ടിലാണുള്ളത്. എൻ്റെ ഉമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ നാട് കൊല്ലം കരിക്കോടാണ് ഇക്കാടെ വീട്. എൻ്റെ വീട് കൊല്ലം കരിവയാണ്, അഞ്ചാലുമൂട് കരിവയാണ് എൻ്റെ വീട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ സൗദിയിൽ കോബാറിലാണ്, ദമാം കോബാറിലാണ്. ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്, ഇക്കായും വർക്ക് ചെയ്യുന്നുണ്ട്. ഇക്ക ഇവിടെ ഹൗസ് ഡ്രൈവറാണ്. ഞാൻ ഇവിടുത്തെ ഹൗസിലെ മെയ്ഡായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടിയ ജോലിയാണിത്. അതുകൊണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത്. മക്കളെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല ഇപ്പോൾ. പിന്നെ എപ്പോഴെങ്കിലും ഇൻഷാല്ല പറ്റുവാണെങ്കിൽ നമ്മൾ കൊണ്ടുവരും. നമുക്ക് ഇവിടെ നിർത്തി അവരെ പഠിപ്പിക്കാനുള്ള സംഭവമൊന്നും ഇപ്പോൾ പറ്റില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കോക്കോനെ കിട്ടിയത്. കോക്കോനെ കിട്ടിയത് ഞാൻ പറയാം. കോക്കോ ഞങ്ങൾ വന്ന് 1 മാസമൊക്കെ, മാക്സിമം 1 മാസം അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് കോക്കോയെ കിട്ടിയതാണ്. കോക്കോയ്ക്ക് പറക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ കിട്ടിയതാണ് കോക്കോയെ. തീരെ പൊടിയായിരുന്നല്ലേ, കുഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളുമായിട്ടൊക്കെ ഇണങ്ങി. ഇപ്പം ഞങ്ങളാണ് അവൾക്കെല്ലാം. ഇല്ലേ, അവളുടെ ലോകം ഞങ്ങളാണ്. അപ്പം എന്താണ്, അവൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് എവിടെയും പോകത്തില്ല. ഞങ്ങൾ പുറത്തിറങ്ങിയാൽ ഞങ്ങളുടെ കൂടെ പുറത്തിറങ്ങും. ഞങ്ങൾ തിരിച്ചു കയറി ഞങ്ങളുടെ കൂടെ തിരിച്ചു കയറും. നമ്മള് 1-2 കമന്റിനകത്ത് കണ്ടായിരുന്നു, ഇതിനെ കോക്കോയെ നമ്മള് പൂട്ടിയിട്ടിരിക്കുകയാണോ, പറത്തി വിടാത്ത എന്തെന്നൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് അങ്ങനെയുള്ളവരടുത്ത് പറയാനുള്ളത്, നമ്മളുടെ വീഡിയോസ് ശരിക്കും കാണാത്തത് കൊണ്ടാണ് ആ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നിയത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പുറത്ത് വെച്ചുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം ഇട്ടിട്ടുണ്ട് അല്ലേ. റീൽസിനകത്തൊക്കെ ജസ്റ്റ് ഒരു ആദ്യത്തെ 2-3 റീൽസ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കോക്കോക്ക് ഫുൾ ഫ്രീഡം ആണ്. നമ്മളാണ് അവക്ക്, അതാണ് മെയിൻ. പിന്നെ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാ? പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെ ഇണങ്ങിയെന്ന് ചോദിച്ചത്. അത് കുഞ്ഞിലെ കിട്ടിയത് കൊണ്ട് അങ്ങ് ഇണങ്ങിയതാണ്. അതിനിപ്പോൾ പറത്തി വിട്ടാലും അവൾ പോവാറൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ഈ ജോലി കിട്ടിയെന്നുള്ളത്, നമ്മൾ 2 വർഷം മുന്നേ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് നല്ല ട്രാവൽസുകളുമായിട്ട്. ഞാൻ പറയാം. ഓൾറെഡി ഞാൻ ഇതിനു മുമ്പ് കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഷാജിറായ്ക്കും കൂടെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു, നമ്മുടെ സാമ്പത്തിക ചുറ്റുപാട് വളരെ ഏറ്റവും ലോ ലെവലിലാണ് നമ്മൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ്. നമുക്ക് ഇതിനു മുമ്പേ നമ്മൾ ഇത് ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് കണ്ടന്റിന് വേണ്ടിയിട്ടല്ല നമ്മൾ കോക്കോ, മൈന അല്ലെങ്കിൽ ബ്ലൂ പെണ്ണ് ഇതിനെയൊന്നും എടുത്ത് വളർത്തുന്നത്. നമ്മളെ ഓൾറെഡി ഞാൻ നാട്ടിൽ എനിക്ക് ആടിൻ്റെയൊക്കെ പരിപാടിയായിരുന്നു. ആടിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും, പ്രാവ്, ഇതൊക്കെയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. നാട്ടിലങ്ങനെ അതുമായിട്ട് അങ്ങോട്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ കുവൈറ്റിലേക്ക് പോകുന്നത്. കുവൈറ്റിൽ ഒരു 2.5 കൊല്ലം വർക്ക് ചെയ്തു. ഈ 2.5 കൊല്ലവും ഷാജിറാക്ക് അവിടെ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു. മിനിമം ഒരു 10-15 ആളുകളെടുത്തെങ്കിലും നമ്മൾ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് രീതിയിൽ റിക്വസ്റ്റ് ചെയ്യുകയും കാര്യമൊക്കെ ചെയ്തു. പക്ഷെ അവിടെ ഏജ് ലിമിറ്റ് ഉണ്ട്. അതായത് അവിടെ നമ്മൾ ഈ പറയുന്നതാണ് കോമൺ ആയിട്ടുള്ള ഒരു ഹൗസ് മെയ്ഡ് വർക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ മിനിമം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതിന് ഒരു 30 വയസ്സ് മിനിമം വേണം. അപ്പോൾ അത് അത്രയും പ്രായം ആവാത്തതിൻ്റെ പേരിൽ നമ്മൾ പിന്നെ അത് നോക്കില്ല. അത് ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് നമ്മളിതൊരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴിയാണ്, അൽസനയ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴിയാണ് നമ്മളിപ്പം സൗദിയിൽ വന്നിരിക്കുന്നത്. അത് നമുക്ക് ചെയ്തു തന്നത് ഒരു നൗഷാദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ഡ്രൈവറാണ്. പുള്ളി ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസിനകത്ത് ചോദിച്ചിരിക്കുന്നു വേക്കൻസിയെ കുറിച്ചും, അവർക്കും കൂടെ ഹെൽപ്പ് ചെയ്യുമോ, ഒരു ജോലി സെറ്റായി കൊടുക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ ഇത് എങ്ങനെ കിട്ടി എന്നുള്ളതൊക്കെ. അപ്പം നമുക്കെന്ന് പറയുന്നത് നമുക്കൊരു ലക്കിന് കിട്ടിയതാണ്. നമ്മളുടെ ഈ ലൊക്കാലിറ്റിയിൽ എടുത്താൽ തന്നെയും ഞങ്ങൾക്ക് ഫാമിലി ഉള്ള ഒരു സെറ്റപ്പ് ഇവിടെ എങ്ങും ഇല്ല. അപ്പം ഒരുവിധം എല്ലാവർക്കും ഇതൊരു ഇതായിട്ടാണ് കാര്യം.
ഇവിടെ ഓൾറെഡി ഉള്ളത് നമ്മളുടെ സ്പോൺസർ സാറും മേഡവുമാണ്. അവർ ഏജ്ഡ് ആയിട്ടുള്ളവരാണ്. അവർ ഓൾറെഡി ഡോക്ടറും ഈ അറാംകോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ്. അവരതിൽ നിന്നെല്ലാം റിട്ടയർഡ് ആയിട്ട് റിട്ടയർമെൻറ്റ് ലൈഫ് ജീവിച്ച് തീർക്കുക എന്നുള്ള ആ ഒരു ലെവലാണ്. അപ്പോൾ അവർക്ക് ഒരു ഫാമിലി ആയിട്ടുള്ളവരാകുമ്പോഴത്തേക്ക് എപ്പോഴും അവരുടെ കൂടെ ഇവിടെ കാണുമല്ലോ, എപ്പോഴും വേണം അവരുടെ കൂടെ ഇവിടെ. നമുക്കങ്ങനെ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നുമില്ല. അറിയായിരിക്കും നമ്മുടെ ലൈവിലും നമ്മളെ ഷോർട്സൊക്കെ കാണുന്നവർക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 90% അറിയാം. പിന്നെ അറിഞ്ഞൂടാത്തത് നമ്മളുടെ ഈ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും നമ്മളുടെ വന്ന വഴികളും ഇതൊക്കെയാണ്. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത്. ഇപ്പോൾ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസിനും ഉള്ള ആൻസർ ആയി എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ബാക്കി എന്തോന്നുള്ളത് ഷാജിറ പറയും. അപ്പോൾ എൻ്റെ ജോലിയെക്കുറിച്ച് കുറേ പേര് ചോദിക്കുന്നുണ്ട്. എനിക്ക് അൽഹംദുലില്ലാ എൻ്റെ ജോലി സുഖാണെന്ന് പറഞ്ഞാൽ ജോലിയുണ്ട്. പിന്നെ എനിക്ക് ടൈമിൽ രാവിലെ എണീറ്റ് ജോലിക്കൊന്നും പോകണ്ട. എന്നെ ഇപ്പോൾ ഇവിടുത്തെ സമയം തന്നെ 11 മണി കഴിഞ്ഞ് രാവിലെ. എന്നെ ഇത്രയും രാവിലെ ഒന്നും വിളിക്കൂല. ഒരു 10:30ക്കും 12:30ക്കും ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. അപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുക. അവർ വിളിക്കുന്ന സമയത്ത് എനിക്ക് പോവുക. ഒരു 5 മണിക്കൂർ ഒറ്റ ജോലി ഉണ്ടായിരിക്കും. പോയിട്ട് ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ തിരിച്ച് റൂമിൽ വരിക. 2 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് ഉണ്ട്. 2 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് കഴിയുമ്പോഴത്തേനും ഇക്കാക്ക് ഡ്യൂട്ടി ആയിരിക്കും. ഇക്കാക്ക് ഫസ്റ്റ് ഡ്യൂട്ടി തുടങ്ങുമ്പോൾ എനിക്ക് ഫ്രീ ടൈമാണ്. ഇക്കായ്ക്ക് ഡ്യൂട്ടി തുടങ്ങുമ്പോൾ ഞാൻ എനിക്ക് ഡ്യൂട്ടി തുടങ്ങുമ്പോൾ ഇക്ക ഫ്രീ ടൈം ആവും. അങ്ങനെയാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഇക്കാക്ക് ഡ്യൂട്ടി ഉണ്ടായിരിക്കും. അതുവരെയുള്ള ഉച്ച സമയങ്ങളിൽ മൊത്തം എനിക്കായിരിക്കും ഡ്യൂട്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഒരുപാട് പേര് ജോലി സംബന്ധമായ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മളത് കൂടുതലും പറയാൻ നമുക്ക് പറ്റത്തില്ല. അതായത് നമുക്ക് അവർ വേറെ ആരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല, പുറത്തുമായിട്ടൊരു ബന്ധവും ഇല്ല. അതുകൊണ്ടാണ് അതിനൊന്നും മറുപടി കൊടുക്കാൻ പറ്റാത്തത്. പിന്നെ എൻ്റെ ജോലിയെ കണക്ക് എല്ലാ ജോലിയും ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇച്ചിരി ഫ്രീ ടൈമൊക്കെ കിട്ടുന്നുണ്ട്. ആ ഫ്രീ ടൈം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ കോക്കോസ് ഇപ്പോൾ 1.25 വർഷം കൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പോഴാണ് ഒരു ചാനൽ തുടങ്ങണമെന്ന് തോന്നിയത് പോലും കോക്കോ ഇത്രയും കൂടെ ഉള്ളത് കൊണ്ടാണ് ചാനൽ തുടങ്ങിയത്. പിന്നെ യൂട്യൂബ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മുടെ സുലു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം യൂട്യൂബ് തിരഞ്ഞെടുക്കാൻ കാരണം ഒരുപാട് ലക്ഷ്യങ്ങളുള്ളത് കൊണ്ടാണ് യൂട്യൂബ് തിരഞ്ഞെടുത്തത്. ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീട് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഗൾഫ് ജീവിതവും തിരഞ്ഞെടുത്തതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നതും. 2 മാസം കൊണ്ട് ഇൻഷാ അല്ലാഹ് എനിക്ക് മോണിറ്റൈസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ഇനി തുടർന്നുള്ള വീഡിയോസും കണ്ട് സപ്പോർട്ടാക്കിയാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതലൊന്നുമില്ല. എല്ലാവർക്കും ഞങ്ങൾ എങ്ങനെയാണ് വന്നത്, എവിടാണ് വീട്, സ്ഥലം, മക്കൾ, ജോലി എങ്ങനെയാണ്, ഹസ്ബൻഡ് കൂടെ ഉണ്ടോ, ഇതൊക്കെയായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്നത്. അതിനെല്ലാത്തിനുള്ള ഉത്തരം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള വീഡിയോസ് എല്ലാവരും കണ്ട് സപ്പോർട്ടാക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ ഓൾ.